ഭഗവാന്റെ ലീല അവിടെ പറയണത്. സനകാദികൾ ചോദിച്ചു, ഗുണങ്ങളിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഈ മനസ്സിനെ എങ്ങനെ ഇതിൽ നിന്നും തിരിച്ചെടുക്കാൻ സാധിക്കുമെന്ന് ചോദിക്കുമ്പോഴാണ് ബ്രഹ്മാവിന് ഇതിന് ഉത്തരം പറയാൻ സാധിച്ചില്ല. ബ്രഹ്മാവ് ഭഗവാനെ സ്മരിച്ചു. സമാമ ചിന്തയദ്ദേവ പ്രശ്നപാരതിതീരശയാ തസ്യാഹം ഹംസരൂപേണ സകാശമഗമം തദ്രാ. ബ്രഹ്മാവിന് പോലും ഉത്തരം പറയാൻ സാധിച്ചില്ല. ആ വിഷയങ്ങളിൽ പെട്ടിരിക്കുന്ന മനസ്സിനെ എങ്ങനെ അതിൽ നിന്നും വേർതിരിച്ചെടുക്കാമെന്ന്. അപ്പോഴാണ് ബ്രഹ്മസ്മരണ മൂലം ഭഗവാൻ ഹംസമായിട്ട് അവിടെ എത്തി. ഈ ഹംസസ്വരൂപിയെ കണ്ട് അവർ ചോദിച്ചു, കോ ഭവാൻ, അങ്ങ് ആരാണ് ചോദിച്ചു. എടുത്ത വഴിക്ക് ഭഗവാൻ പറഞ്ഞു, ചോദ്യമേ തെറ്റാണ്. അപ്പൊ പിന്നെ ഉത്തരം പറയേണ്ട കാര്യമുണ്ട്. എന്തുകൊണ്ട് ചോദ്യം തെറ്റാണ്? അങ്ങ് ആരാണ് എന്നുള്ളത് ഈ ശരീരത്തെ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ ഈ ചോദ്യകർത്താവിൻ്റെയും ഈ സനകാദികളുടെയും അല്ലെങ്കിൽ ഈ അതുപോലെ തന്നെ ഇവിടെ ഭഗവാന്റെയും അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ശരീരം ഒരേ വസ്തുക്കളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് അവ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഇനി അതിൻ്റെ ഉള്ളിലുള്ള ജീവനാണെങ്കിലോ ഈ രണ്ട് ശരീരങ്ങളിലും ഉള്ള ജീവനും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് അവയ്ക്കും വ്യത്യാസമില്ല. അതുകൊണ്ട് അങ്ങ് ആരാണ് എന്നുള്ള ചോദ്യം തന്നെ തെറ്റാണ് എന്ന് മനസ്സിലാക്കുക. ജാഗ്രൽ സ്വപ്ന സുഷുപ്തം ച. ഇവിടെ ഭാഗവതം പിന്നീട് പറയാണ്, ഗുണതോ ബുദ്ധിവൃത്തയ താസാം വിലക്ഷണോ ജീവ സാക്ഷിത്വേന വിനിശ്ചിത. ഈ ജീവൻ അങ്ങനെ ആത്മാവ് ഏകനാണ് എന്ന് മനസ്സിലാക്കുക. ഈ ആത്മാവിന് ജാഗ്രൽ സ്വപ്ന സുഷുപ്തി അവസ്ഥകൾ ഇല്ല. ഈ അവസ്ഥകൾ ഇല്ലാത്തത് കൊണ്ട്, ഈ ത്രവസ്ഥാലക്ഷണങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ആത്മാവ് വിലക്ഷണനാണ് എന്ന് മനസ്സിലാക്കുക. എല്ലാത്തിനും സാക്ഷിയായി നിൽക്കുന്ന ഒരു വസ്തുവാണ് ആത്മാവ്. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, അതേപോലെ ബാല്യം, കൗമാരം, യൗവനം, ഇതൊക്കെ അറിയുന്ന ആൾ ആരാ? നമ്മൾ തന്നെയാണല്ലേ. നമ്മുടെ ബാല്യത്തെയും കൗമാരത്തെയും യൗവനത്തെയും കുറിച്ച് അറിയുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോഴും നമ്മുടെ ജീവന് യാതൊരു വ്യത്യാസവും വരുന്നില്ല, ഒരു മാറ്റവുമില്ല എന്ന് മനസ്സിലാക്കുക. ഇതേ ജീവൻ തന്നെയാണ് ഈ പ്രാരബ്ധകർമ്മം ഉപേക്ഷിച്ച് വേറൊരു ശരീരം എടുക്കുമ്പോൾ അങ്ങോട്ട് പ്രവേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അങ്ങനെയുള്ള ആത്മാവ് നാത്മാജാന നമരിഷ്യതി നൈതേസൗ നക്ഷീയത്തെ എന്ന് പറഞ്ഞു. ആത്മാവിന് ജനന മരണങ്ങളോ ഒന്നുമില്ലാത്ത വസ്തുവാണ് ഈ ആത്മാവ് എന്ന് പറയാം. ഇനി അതുകൊണ്ട് തന്നെ സാക്ഷ്യ ചൈതന്യം എന്ന് പറയുന്നു. ഈ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി മുതലായിട്ടുള്ള അവസ്ഥകൾ അത് സത്വ രജസ് തമോ ഗുണങ്ങളാൽ കൽപ്പിതങ്ങളാണ്. ഇതിൻ്റെ സാമ്യമായിരിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് മായ എന്ന് പറയുന്നു. ആ മായ മാറാൻ ജ്ഞാനാസിന ഭജതമാഖില സംശയാധിം. ജ്ഞാനം കൊണ്ടേ ഈ മായയെ ഇല്ലാതെയാക്കാൻ സാധിക്കുള്ളൂ. ജ്ഞാനമാകുന്ന ആ ആയുധം കൊണ്ട് മാത്രമേ ഈ മായയെ ഇല്ലാതെയാക്കാൻ സാധിക്കുള്ളൂ. അതിനെന്ത് വേണം? ഈക്ഷേത വിഭ്രമമിതം മനസോ വിലാസം ദൃഷ്ടം വിനഷ്ടമതിലോലമലാർചക്രം വിജ്ഞാനമേകമുരുദേവ വിഭാദ്യമായ സ്വപ്നസ്ത്രിധ ഗുണവിസർഗകൃതോ വികൽപക എന്ന് പറയണു. ഇതറിയാൻ അനുപ്രമാണം എന്ന് വെച്ചാൽ ഈ കാണുന്നത് ഒന്നും പരമാർത്ഥമല്ല, മനസ്സിന്റെ കൽപ്പനാശക്തി കൊണ്ട് തോന്നുന്നതാണ് ഇതെല്ലാം എന്ന് മനസ്സിലാക്കുക. എങ്ങനെ? മനസ്സുണ്ടെങ്കിൽ ഈ കാണുന്നതെല്ലാം ഉണ്ട്, മനസ്സില്ലെങ്കിലോ ഇതൊന്നുമില്ല. എത്രയെത്ര ധൂമഹ തത്ര തത്ര വന്നി എന്ന് പറയും അല്ലേ. ഇതുപോലെ മനസ്സുണ്ടോ എന്നാൽ ഈ പ്രപഞ്ചമുണ്ട്. കാരണം മനസ്സിന്റെ പ്രവൃത്തി അതാണ്, സങ്കല്പം. ഓരോന്നിനെ സങ്കല്പിക്കലാണ് മനസ്സിനുള്ള പണി. അപ്പൊ മനസ്സുള്ളത് കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാവുക. ഈ മനസ്സില്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഈ മോഹങ്ങൾ ഉണ്ടാക്കുന്നത് മനസ്സ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ആ മനസ്സിൽ ഈശ്വരനെ കുറിച്ച് നിരന്തരം ചിന്തിക്കുക. അപ്പൊ ഈ മനസ്സില്ലാതെയാവും. അതാണ് ഞാൻ ഭഗവാനെ ഭജിക്കുന്നു എന്ന നിരന്തര ഭാവം. കുറച്ചു കഴിഞ്ഞാൽ ഭജന പോയി, ഞാനും ഭഗവാനായി. കുറേ കൂടി ഭഗവാനെ ഭജിക്കുമ്പോഴോ ഭഗവാനും പോയി, പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ.
പിന്നെ അവിടെ ഒന്നുമില്ല. അതാണ് വേണ്ടത്. ഈ പ്രപഞ്ചം വെറുതെ തോന്നലാണ്, സ്വപ്നമാണ് എന്ന് പറയാ. പണ്ടൊരു ഗുരുനാഥൻ ഇങ്ങനെ ശിഷ്യനെ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് എന്തോ ഒരു ആലോചനയിലായിത്രേ. അപ്പോൾ ശിഷ്യൻ ചോദിക്കുകയാണ്, അങ്ങ് എന്താണ് ആലോചിക്കുന്നത്? ആദ്യം പറഞ്ഞു ഒന്നുമില്ല. എന്നാലും പറയൂ, എന്തേ ആലോചിക്കണത്? ഞാനേ ഒരു പൂമ്പാറ്റയെ സ്വപ്നം കണ്ടു. അയ്യേ, ഇതാണ് അത്ര വലിയ കാര്യം? ഒരു പൂമ്പാറ്റയെ സ്വപ്നം കണ്ടാൽ ഇത്രയ്ക്ക് ആലോചിക്കാനുണ്ടോ? അപ്പൊ ഗുരുനാഥൻ പറയണത് അങ്ങനെയല്ല. എനിക്ക് സംശയം എന്താണെന്ന് വെച്ചിട്ടുണ്ടോ, ഞാൻ പൂമ്പാറ്റയെ സ്വപ്നം കാണുന്നതാണോ പൂമ്പാറ്റ എന്നെ സ്വപ്നം കാണുന്നതാണോ എന്ന്. ഇപ്പൊ നമ്മളൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളതിന് എന്തേ തെളിവ്? നമ്മൾ വേറെ വല്ല ശരീരം എടുത്ത് ആ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് സ്വപ്നം കാണാവും. 26ാമത്തെ അഖില ഭാരത ശ്രീമദ് ഭാഗവതം തൃശ്ശൂർ നടക്കുകയാണ്, ഞാൻ അവിടെ കഥ കേൾക്കാനിരിക്കുകയാണ് എന്ന് സ്വപ്നമല്ലാന്ന് ആർക്കും പറയാൻ പറ്റില്ല. സംസാരഹ സ്വപ്നതുല്യോ, ഈ സംസാരം തന്നെ സ്വപ്നതുല്യമാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും സ്വപ്നത്തിലാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ കാണുന്നതൊന്നും പരമാർത്ഥമല്ല, ഈശ്വരൻ മാത്രമേ പരമാർത്ഥമായിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക. ദൃഷ്ടിം തത പ്രതിനിവൃത്യ നിവൃത്തതൃഷ്ണ തൂഷ്ണീം ഭവേൽ നിജസുഖ അനുഭവോ നിരീഹ. അതുകൊണ്ട് മേൽപ്പറഞ്ഞ പരമാർത്ഥ സ്വരൂപത്തെ മനസ്സിലാക്കാൻ ഈ ലോകത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിലേക്ക് പുറത്തേക്ക് പോകുന്ന നമ്മുടെ മനസ്സിനെ തിരിച്ച് നമ്മിലെ ഉള്ളിലേക്ക് ആക്കി തീർക്കുക. ആത്മാരാമന്മാരായി തീർന്ന് നമുക്കിപ്പോ സുഖം അനുഭവിക്കണമെങ്കിൽ മറ്റു പല വസ്തുക്കളെയും ആശ്രയിക്കേണ്ടി വരുന്നു. അതില്ലാതെ ആത്മാവിന്റെ ഭാവം എന്താണ്? ആത്മാവിന്റെ ഭാവമാണ് ആനന്ദം എന്നുള്ളത്. അതുകൊണ്ട് മറ്റുള്ളതിനെ കുറിച്ച് ചിന്തിക്കും തോറുമാണ് നമുക്ക് കൂടുതൽ കൂടുതൽ ദുഃഖങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ട് അവയെ ഇല്ലാതെയാക്കി അവനവനെ കുറിച്ചുള്ള ചിന്ത നിരന്തരം ഉണ്ടാവുകയാണ് വേണ്ടത്. എന്നാലേ ഈ സുഖം കിട്ടുള്ളൂ. ദാഹം മാറ്റാനായിട്ട് ഗംഗാനദിയുടെ തീരത്ത് ചെന്നിരുന്നു. അവിടെ ഇരുന്നിട്ടോ അപ്പോഴാണ് ദൂരെ വെള്ളമുണ്ടെന്ന് തോന്നുക. നല്ല വെയിലത്തൊക്കെ ഞാൻ പോകുന്ന സമയത്ത് നല്ല ദൂരേക്ക് നോക്കിയാൽ അവിടെ വെള്ളമുണ്ട് എന്നൊരു തോന്നലുണ്ടാകും. മൃഗതൃഷ്ണ എന്നാണ് ഇതിന് പറയുക. അപ്പോ ഈ ഗംഗാതീരത്തിരുന്ന് ദൂരെ ഇല്ലാത്ത സ്ഥലത്ത് വെള്ളമുണ്ട്, ആ വെള്ളം കുടിച്ച് ഞാൻ എന്നെ ദാഹം മാറ്റും എന്ന് ചിന്തിക്കുന്നത് പോലെയാണ് ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും സ്വരൂപത്തിനെ തന്നെ മറന്നുകൊണ്ട് പ്രാതിഭാസിക സത്വസ്വരൂപമായിരിക്കുന്ന ലോകത്തെ സുഖബുദ്ധിയോടുകൂടി സേവിക്കുന്നത് ഇതിന് തുല്യമാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ ലോകത്തിനെ കുറിച്ചുള്ള ചിന്ത വിട്ടേക്കൂ. അവനവനെ കുറിച്ചുള്ള ചിന്ത അത് തന്നെയാണ് ഈശ്വരചിന്ത. എന്തുകൊണ്ട് പലരും ഈശ്വരനെ ഭജിക്കാൻ മടിക്കുമെന്ന് ചോദിച്ചാൽ, ഞാനും ഈശ്വരനും വേറെയാണ് എന്ന് തോന്നലുണ്ടാകുമ്പോഴാണ് ഈശ്വരനെ ഭജിക്കാനൊരു വിഷമം. അല്ല, ഞാനും ഈശ്വരനും ഒന്നാണ്, ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്നൊരു തോന്നലുണ്ടാകുമ്പോൾ ഈ വിഷമങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അവനവന്റെ ആത്മാവിനെ കുറിച്ച്, ശരീരത്തിനെ കുറിച്ചല്ല ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്നു. ലൗകികന്മാർക്ക് എങ്ങനെയാണോ ഈ ശരീരമാണ് ഞാൻ എന്ന് തോന്നല്, അതുപോലെയാണ് സിദ്ധന്മാർക്ക് ഈ ആത്മാവാണ് ഞാൻ എന്ന തോന്നലുണ്ടാവുക. അതുകൊണ്ട് അതുപോലെയുള്ള സിദ്ധന്മാരായി ആ ജ്ഞാനികളായി തീരുകയാണ് വേണ്ടത് എന്ന് പറയുന്നു.